എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം അതെ, മൂർഖനെ തന്നെയാണ് ചവിട്ടിയത്. വഴിയെ പോകുന്ന വയ്യാവയിലേക്ക് കൈയിരിക്കുന്ന കാശും കൊടുത്ത് ഓർഡർ ചെയ്ത് വീട്ടിൽ വിളിച്ച് വരുത്തണമെങ്കിൽ അതിനും വേണം ഒരു റേഞ്ച്. കുറേ നാളായിട്ട് ഒരു ഫുഡ് പീലിംഗ് മാസ്ക് ട്രൈ ചെയ്യണമെന്നൊരാഗ്രഹം. വെറും ആഗ്രഹമല്ല, ദുരാഗ്രഹം. എന്നെപ്പോലെ വല്ല ദുരാഗ്രഹവും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, വെറുതെ ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണിത്. വാങ്ങിപ്പോയതിൻ്റെ പേരിൽ മാത്രം ട്രൈ ചെയ്തൊരു മാസ്കാണിത്. 2 കാലിൽ ഇടാൻ പറ്റുന്ന സോക്സ് ടൈപ്പിലുള്ള ഒരു മാസ്കാണിത്. പൊട്ടിച്ച് കാലിൽ ഇട്ടിട്ട് ഒന്ന് സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ സോക്സ് ഇട്ട് കൊടുത്തു. ഒരു 120 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഞാനത് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തപ്പോൾ കാല് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ദ വെരി നെക്സ്റ്റ് ഡേ കാല് നല്ല രീതിയിൽ ഡ്രൈ ആയി. ഡേ 2 മുതൽ സ്കിന്ന് ചെറിയ രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡേ 3 മുതലാണ് ശരിക്കുള്ള സംഭവങ്ങൾ ഉണ്ടാവണത്. നല്ല രീതിയിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് സ്കിന്ന് പുറത്ത് വരുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി, പഴയ സ്കിന്നൊക്കെ പോയിട്ട് പുതിയ ബേബി സോഫ്റ്റ് സ്കിന്നൊക്കെ വരുമല്ലോ എന്ന്. ഷൂ ഇട്ട് പുറത്ത് പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. സൺലൈറ്റ് അടിച്ചാൽ നല്ല നീറ്റലാണ്. ഷൂ ഇടാണ്ട് പുറത്തിറങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. ഓരോ ദിവസം കഴിയും തോറും കാലിൻ്റെ അവസ്ഥ വഷളായി കൊണ്ടിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ?